പാർത്ഥൻ, നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു വരികയാണ്. CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ. വേണമെന്ന് ഭാര്യയും കുടുംബവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ആവശ്യപ്പെടുന്നു. വേണ്ട, പോലീസ് അന്വേഷണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, പോലീസ് അന്വേഷണം മതി എന്ന് സർക്കാർ. ഒരു ആത്മഹത്യയാണ് എന്ന നിലപാടിലാണ് സർക്കാർ ഇപ്പോഴും നിൽക്കുന്നത്. ആത്മഹത്യയല്ല എന്ന മട്ടിൽ പുതിയ നിരവധി വിവരങ്ങൾ കോടതിയിൽ ഇപ്പോൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ സമർപ്പിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് ആ പുതിയ വിവരങ്ങൾ? അതായത് ഹൈക്കോടതിയിൽ മഞ്ജുഷ അവസാന നിമിഷം, അതായത് എന്താണ്, ഈ പോലീസ് അന്വേഷണത്തിൻ്റെ ഏകദേശം പോലീസ് അന്വേഷണം ഒരു അവസാന നിമിഷത്തിൽ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. അതിനിടയിലാണ് മഞ്ജുഷ ഇത്തരം ഹർജിയായിട്ട് പോകുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അവർക്ക് പോലീസ് അന്വേഷണത്തിലോ സർക്കാരിൻ്റെ നിലപാടുകളിലോ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതികരിക്കാതിരുന്ന, ഇതൊരു കൊലപാതകമായിരിക്കാം എന്നുള്ളത് നമ്മളടക്കമുള്ള പല മാധ്യമങ്ങളും, പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, പല സംശയങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തിനും ഇത്തരത്തിലുള്ള സംശയം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ ശക്തമായ വാദഗതികൾ കോടതിയിൽ നടന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വാദഗതികളുണ്ടായി. ആ വാദഗതിയിൽ ഈ പറയുന്ന മഞ്ജുഷയുടെ അഭിഭാഷകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ കോടതിയിൽ അദ്ദേഹം ഉയർത്തിയിരുന്നു, പ്രധാനപ്പെട്ട വാദഗതികൾ ഉയർത്തിയിരുന്നു. അതെന്ന് പറയുന്നത്, ഈ എന്താണ്, ഒരു മനുഷ്യൻ തൂങ്ങി മരിക്കുന്ന സമയത്ത്, അതായത് മരണപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇപ്പം കയറുപയോഗിച്ച് തൂങ്ങി മരിക്കുമ്പോൾ അയാൾ തൂങ്ങി തന്നെ നിൽക്കുകയാണ് സാധാരണ ഉണ്ടാവുക. അങ്ങനെ തൂങ്ങി നിൽക്കുന്ന സമയത്ത് തൊണ്ടയിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലും ആ കയറ് വരിഞ്ഞ് മുറുകിയതിൻ്റെ ആ ഒരു എന്താണ് പാടും അതിൻ്റെ ഡെപ്തും എത്രമാത്രം സ്കിന്നിലേക്ക് കൂടുതൽ പോകുന്നു, ഈ എല്ലുകൾക്ക് പൊട്ടലുണ്ടോ, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് തരത്തിൽ എന്താണ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരേണ്ടതാണ്. അതായത് ഒരു ചെറിയ കയറിലാണ് 55 കിലോ ഭാരമുള്ള ഒരു മനുഷ്യനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം തൂങ്ങി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ പോലും ആ കയറിന് ഭാരം കൂടുതൽ വരികയും കൂടുതലായിട്ട് മുറുകയും വലിയുകയും ഇതിൻ്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ കഴുത്തിൻ്റെ ഉള്ളിലുള്ള എല്ലുകൾക്ക് കാര്യമായി പൊട്ടലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തൂങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു പൊട്ടൽ മെലിഞ്ഞ ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവേണ്ടതാണ്. മറ്റുള്ള ആളുകളാണെങ്കിൽ നേരെ അങ്ങ് താഴോട്ടേക്ക് പോകുന്ന വിധത്തിൽ കൂടുതൽ ഈ ഭാഗത്തെ എല്ലുകൾ, അതായത് താടിയോട് ചേർന്ന ഭാഗത്തെ ഈ ഒരു എല്ലുകൾക്കാണ് ചില സമയത്ത് എന്താണ് ഫ്രാക്ചർ ഉണ്ടാകുക എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തേത്, ഈ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ അതായത് ഈ അദ്ദേഹം തൂങ്ങി നിൽക്കുന്നതിന് മുമ്പ് കൊലപ്പെടുത്തിയ ശേഷം കുറേ സമയം തറയിൽ കിടത്തിയിട്ടുണ്ടോ എന്നുള്ള വളരെ വലിയ സംശയം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അത്തരത്തിൽ കിടത്തുമ്പോഴാണ് പുറകിൽ, അതായത് നമ്മുടെ കഴുത്ത് മുതൽ ഈ പിൻഭാഗം വരെയുള്ള പുറക് ഭാഗത്ത് ഈ ഒരു തണുത്ത തറയിൽ കിടത്തുമ്പോൾ ഉണ്ടാകുന്ന പാടുകളും അവിടെ എന്താണ് നമ്മുടെ ആ മസിൽസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെ അവിടെ സംഭവിക്കും. ഇത് ബോഡി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ എന്താണ് ഈ പറയുന്ന ഇൻക്വസ്റ്റിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ചൂണ്ടിക്കാണിക്കാഞ്ഞത് എന്നവർ ചോദിച്ചിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ഈ ചിതയിലേക്ക് എടുക്കുന്ന സമയത്ത്, അന്ത്യകർമ്മങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് വീട്ടിലെത്തി കുളിപ്പിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ സമയത്ത് ബോഡി സാധാരണ ആളുകൾക്ക്, അതായത് കുറച്ച് നിയമപരിജ്ഞാനമുള്ള ആളുകൾക്ക്, അഡ്വക്കേറ്റുമാർക്ക്, കുടുംബക്കാർക്കൊക്കെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെ, ബന്ധുക്കളൊക്കെ തന്നെ അഡ്വക്കേറ്റുമാരാണ്, വക്കീലന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിയമം അറിയാത്തവരല്ല ഇവരൊന്നും തന്നെ. പക്ഷേ അവിടെ ഒരു തിരക്കിട്ട ഒരു ദഹിപ്പിക്കൽ നടപടി ആ വീട്ടിലുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ണൂരിൽ നിന്ന് ആംബുലൻസിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അതിൽ വീട് വരെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള MV ജയരാജൻ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കാണുമ്പോൾ എന്താ പ്രശ്നം തട്ട വിചാരിക്കുക, അദ്ദേഹത്തിൻ്റെ വളരെ ആത്മാർത്ഥത. പക്ഷേ അതായിരുന്നില്ല. ഒരു സ്ഥലത്തും ഈ വണ്ടി നിർത്താതെ നേരെ ഇവരുടെ അണ്ടറിൽ വണ്ടി നേരെ വീടിൻ്റെ മുന്നിൽ നിർത്തുന്നു, വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു, അവിടെ ചടങ്ങുകളൊക്കെ നടത്തുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത്. രണ്ടാമത്തത്, അന്ന് ആ വീട്ടിലൊരു യുവതി വന്നിരുന്നു. അത് ഇദ്ദേഹവുമായിട്ട് അടുപ്പമുള്ളൊരു യുവതിയാണ് എന്നാണ് പറയുന്നത്. അതായത് നല്ല ബന്ധമുണ്ടായിരുന്ന, നല്ല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക. അവർ അന്ന് വിളിച്ചു പറഞ്ഞു, അതായത് ഈ മൃതദേഹം ദഹിപ്പിക്കരുത്, ഈ മൃതദേഹം ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലെ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വരില്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സ്ത്രീ രംഗത്ത് വരികയും അവർ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അവിടെ നിന്ന് തന്നെ ബൈറ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ സ്ത്രീയെ പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റി, അതായത് ഒരു ഓട്ടോറിക്ഷയിൽ വിളിച്ചു കൊണ്ടുപോയി എന്നാണ്
പറയുന്നത്? ഈ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു? ഈ സ്ത്രീ ആരാണ്? ഈ സ്ത്രീ പറഞ്ഞതിലെ കാര്യം എന്താണ്? അന്നേ ദിവസം തന്നെ ഇത് പറയാനുള്ള കാര്യം എന്താണ്? ഇതൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ റിപ്പോർട്ടിനകത്തും, അതായത് പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ തന്നെ ഇൻക്വസ്റ്റിലെയും റിപ്പോർട്ടിനകത്ത് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇൻക്വസ്റ്റ് നടപടി അപൂർണമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് വരാം. അതിനെക്കുറിച്ച് ഇൻക്വസ്റ്റിൽ ആണ് ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്ന് പറയുന്നത്. ഈ ആ കാര്യം പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല. അതായത് സ്വാഭാവികമാണ്, ബോഡി വസ്ത്രമെല്ലാം ഊരിയിട്ടാണ് പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടിവസ്ത്രത്തിലെ കാര്യം അവർക്കറിയാൻ സാധ്യത ഇല്ല. പക്ഷേ ഈ ശരീരത്തിനുള്ളിൽ നിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും അവർക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം, ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ്, ഈ ബോഡിയിൽ രക്തം കട്ട പിടിച്ചിരുന്നില്ല എന്നാണ് കേൾക്കുന്ന മറ്റൊരു കാര്യം. അതും ഈ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹൈക്കോടതിയിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആ തരത്തിൽ ഈ എന്തെങ്കിലും കെമിക്കലുകൾ ശരീരത്തിൽ കടന്നിട്ടുണ്ടോ, ഈ പറഞ്ഞതുപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലത്തിന് വേണ്ടി അതിൽ നിന്ന് സ്രവങ്ങൾ സ്വീകരിക്കുക, എടുക്കുക, അത് ലാബിൽ അയച്ച് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം, ഇങ്ങനെയൊന്നും ഫോറൻസിക് ചെയ്തതായിട്ട് നമുക്ക് ഒരു വിവരവും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും മഞ്ജുഷയുടെ അഭിഭാഷകൻ ഇക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞതുപോലെ ഈ തൂങ്ങി മരണത്തിൻ്റെ അസ്വാഭാവികത, ഈ തൂങ്ങി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിലൊരു പ്രധാന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കേട്ടത്, അതായത് ഇദ്ദേഹം നല്ല വെളുത്ത നിറമുള്ള ഒരാളാണ്. അപ്പോൾ ഈ വെളുത്ത നിറമുള്ള, സാധാരണ വെളുത്ത നിറമുള്ള ഒരാളോ അല്ലെങ്കിൽ കുറച്ച് നിറം കുറഞ്ഞ ആളോ ആകട്ടെ, അല്ലെങ്കിൽ കറുത്ത നിറമോ ആകട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഈ തൂങ്ങി മരണമാണെങ്കിൽ വിരലിൻ്റെ അറ്റത്ത്, നമ്മുടെ ഈ നഖത്തിൻ്റെ ഭാഗത്തെല്ലാം ഒന്നുകിൽ ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു നീല നിറം വരും. അത് സ്വാഭാവികമായിട്ട് ആര് തൂങ്ങി മരിച്ചാലും അത് ഉണ്ടാകും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ഇദ്ദേഹം നല്ല വെളുത്ത ഒരു മനുഷ്യനായതുകൊണ്ട് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് വരേണ്ടതാണ്. അങ്ങനെ വന്നിട്ടില്ല. ഇത് സംശയാസ്പദമാണ്. ഈ കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പറയുന്നത് ഇത് തൂങ്ങി മരണമല്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നതിൻ്റെ ആദ്യത്തെ കാരണം, എത്ര ഒളിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്നവർ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ പാർത്ഥൻ ചൂണ്ടിക്കാണിച്ച കഴുത്തിലെ മുറിവിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഈ ബോഡി ഇറക്കി കിടത്തി കുറേ സമയം നിലത്ത് കിടന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവർ വീണ്ടും ഈ അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനൊന്നും സർക്കാരിൻ്റെ വക്കീലിന് അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. കേസ് ഡയറിയിൽ ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല, വ്യക്തമാക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഹൈക്കോടതിയുടെ മുന്നിൽ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ഈ വാദപ്രതിവാദങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നേറുന്നതിനിടയ്ക്ക് ഈ നാട്ടുകാരുടെ, നമ്മുടെയൊക്കെ സംശയം വർദ്ധിക്കുകയാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അതോ ഇതൊരു കൊലപാതകമാണോ? കൊലപാതക സാധ്യതയിലേക്കാണ് കൂടുതലായും വിരൽ ചൂണ്ടപ്പെടുന്നത്. എന്താണ്? തീർച്ചയായിട്ടും ഇതൊരു കൊലപാതക സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. അതായത് നമ്മൾ തൂങ്ങി മരിക്കുന്ന സമയത്ത് ഈ കൊറോണറി ആർട്ടറി പോലുള്ള ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പും കൂടെ വലിഞ്ഞു മുറുകേണ്ടതാണ്. അങ്ങനെ വലിഞ്ഞു മുറുകുമ്പോൾ ശരീരത്തിൽ നിർബന്ധമായും രക്തം കട്ട പിടിക്കേണ്ടതാണ്. രക്തം കട്ട പിടിക്കുകയും ഈ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നവീൻ ബാബുവിൻ്റെ വളരെ വെളുത്ത ശരീരത്തിൽ രക്തം കട്ട പിടിച്ച ഈ കലകൾ ശരീരത്തിലും വെളുത്ത, പ്രത്യേകിച്ച് ഇവിടെ അടക്കം കാണേണ്ടതാണ്. അതുപോലെ തന്നെ നടുഭാഗത്ത് കാണേണ്ടതാണ്. അവിടെ ഒന്നും നീല നിറത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഈ അടിച്ചു വീണാലൊക്കെ ഉണ്ടാകുന്ന കലയുണ്ടല്ലോ, അതിന്റെ വേറൊരു തരത്തിലുള്ള ക്ഷതമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു തരത്തിലുള്ള കുറച്ച് കളർ കുറഞ്ഞിട്ടുള്ള ഒരു തരം കല അവിടെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള കലകളൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുറച്ചു നേരം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ഈ പറയുന്ന ബ്ലഡ് താഴോട്ടേക്ക് ഒഴുകുമ്പോൾ അവിടെ ആ സർക്കുലേഷൻ കുറച്ച് കൂടുകയും, അതായത് മുകളിലോട്ടുള്ള സർക്കുലേഷനിൽ നോർമലി ബോഡിയിൽ നിന്ന് താഴോട്ടേക്ക് ബ്ലഡ് ഒഴുകുകയും ഈ കട്ട പിടിക്കൽ സാധ്യത കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്ന സമയത്ത് ബ്ലഡ് കട്ട പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഉദ്ദേശിച്ചത് രക്തം കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോവുകയും അവിടെ എന്താണ് ആ രക്തം കട്ട പിടിക്കൽ സാധ്യത ഇല്ലാതായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള സംശയം വരെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഹൈക്കോടതിയുടെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഹൈക്കോടതി ഒരു വിധി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം, ഹൈക്കോടതി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. തീർച്ചയായും.